കൊടുമുടികൾ സ്വപ്നം കണ്ട ഒരു പെൺകരുത്തിൻ്റെ സ്വപ്നയാത്രയാണിനി. ലോകത്തെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റിന് മുകളിലെത്തിയ മലയാളി പെൺകരുത്ത് സഫ്രീന ലത്തീഫിൻ്റെ കഥ. ദോഹയിൽ നിന്ന് ഫൈസൽ ഹംസ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എവറസ്റ്റിൻ്റെ മുകളിലെത്തി ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ്. ബിക്കോസ് യു ആർ ഓൺ ടോപ്പ് ഓഫ് ദ വേൾഡ് ആൻഡ് ദർ ഈസ് നത്തിങ് മോർ എബവ് യു. ആൻഡ് ശരിക്കും നമ്മളുടെ ചുറ്റും ഒരുപാട് മൗണ്ടൻസിൻ്റെ മുകളിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. പ്ലസ് എല്ലാത്തിൻ്റെ മുകളിൽ ക്ലൗഡ്സും. ശരിക്കും പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് അവിടുന്ന് അനുഭവിച്ചറിഞ്ഞേ പറ്റുള്ളൂ. 8849 മീറ്റർ ഉയരത്തിൽ ഭൂമിയുടെ ഏറ്റവും നെറുകയിൽ തൊട്ട ആ നിമിഷത്തെ സഫ്രീന ലത്തീഫ് വിവരിക്കുന്നത് ഇങ്ങനെ: ലക്ഷ്യം കണ്ട നിമിഷം അതിമധുരം, പക്ഷേ അതിലേക്കുള്ള പ്രയാണം അതികഠിനം. ബേസ് ക്യാമ്പിലെത്തിയത് മുതൽ മൊബൈൽ ഫീഡിൽ നിറഞ്ഞത് സ്വപ്നം ബാക്കിയാക്കി ജീവൻ പൊലിഞ്ഞവരുടെ മൃതദേഹങ്ങൾ. തിരിച്ചിറക്കത്തെക്കുറിച്ച് പോലും ചിന്തിച്ച നിമിഷങ്ങൾ. ഒരുപാട് പ്രാവശ്യം തോന്നിയിരുന്നു. സമ്മിറ്റ് പുഷ് തുടങ്ങിയപ്പോൾ തോന്നിയിട്ടില്ല. ബിക്കോസ് സമ്മിറ്റ് പുഷ് തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ സമ്മിറ്റ് ഹിറ്റ് ചെയ്തിട്ടേ തിരിച്ചു വരുള്ളൂ എന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതിന് മുന്നേ വരെ ഒരുപാട് പ്രാവശ്യം ഞാൻ ഗിവ് അപ്പ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ബട്ട് സംഹൗ എൻ്റെ ഹസ്ബൻഡ് ഫോൺ വിളിച്ചിട്ട് പറയും, പറ്റില്ല, യു ക്യാൻ ഡു ഇറ്റ്. ആ ഒരു എൻകറേജ്മെൻറ്റിൽ ഞാൻ ചെയ്തു. വിനോദയാത്ര പോലെയോ മത്സരം പോലെയോ അല്ല എവറസ്റ്റിലേക്കുള്ള യാത്ര. 2 മാസത്തോളം നീളുന്ന കയറ്റിറക്കങ്ങളുടെ യാത്രയാണത്. ഇപ്പം എവറസ്റ്റ് പോലെയുള്ള ഒരു 9000 മീറ്ററിനടുത്തുള്ള ഒരു മൗണ്ടൻ ക്ലൈം ചെയ്യാൻ അറ്റ്ലീസ്റ്റ് 50 to 55 ഡേയ്സ് വേണം. നമ്മുടെ ബോഡി പല ഓക്സിജൻ റേറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈം എടുക്കും. സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ വളരെ സ്ലോ ആയിട്ടാണ് ഓരോ ആൾട്ടിറ്റ്യൂഡും ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ 9 ദിവസം എടുത്തിട്ടാണ് ബേസ് ക്യാമ്പിലെത്തുന്നത്. 5600 മീറ്റേഴ്സ് ബേസ് ക്യാമ്പിലെത്തി. അവിടെ കുറച്ച് നാൾ നിന്ന് അവിടെ നിന്ന് കുറച്ച് നമ്മളെ ബോഡി അതിനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പരിശീലനങ്ങൾ ചെയ്ത് വീണ്ടും നമ്മൾ കുംബു ഐസ് ഫോൾ, ഒരു ഗ്ലേഷ്യർ ഫോൾ ഉണ്ട്, അതിലൂടെ ക്രോസ് ചെയ്ത് ക്യാമ്പ് 1 6100 മീറ്റേഴ്സിൽ ഹിറ്റ് ചെയ്ത് അവിടെ ഒരു ദിവസം നിന്ന് അതിന് മുകളിൽ ക്യാമ്പ് 2 6400 മീറ്റർ ഹിറ്റ് ചെയ്ത് അവിടെ ഒരു 3 ദിവസം നിന്ന് അതിൻ്റെ ഇടയിൽ ക്യാമ്പ് 3 7100 മീറ്ററിൽ പോയി അവിടുന്ന് തിരിച്ച് ഇതൊക്കെ നമ്മളൊന്ന് ടച്ച് ചെയ്യും, ചിലപ്പോൾ അവിടെ ഒന്ന് കിടന്നുറങ്ങും, എന്നിട്ട് ഓൾ ദ വേ നമ്മൾ തിരിച്ച് വീണ്ടും ബേസ് ക്യാമ്പ് വരെ ഇറങ്ങി വരും. എന്നിട്ട് ബേസ് ക്യാമ്പിൽ കുറച്ച് ദിവസം നിന്ന് നമ്മൾ വീണ്ടും അക്ലൈമറ്റൈസ്ഡ് ആയിട്ട് വേണം ഫൈനലി ഒരു സമ്മിറ്റ് പുഷിന് പോകാൻ. സമ്മിറ്റ് പുഷ് ഒരു 4 to 6 ഡേയ്സ് എടുക്കും സമ്മിറ്റ് ഹിറ്റ് ചെയ്ത് തിരിച്ച് ബേസ് ക്യാമ്പിലെത്താൻ. ക്യാമ്പ് 2 കഴിഞ്ഞാലുള്ള യാത്ര അവിശ്വസനീയമായ ഒന്നാണ്. ചെറിയ അശ്രദ്ധ പോലും വലിയ അപകടങ്ങളിലേക്ക് നയിക്കും. 2 കഴിഞ്ഞാൽ ക്യാമ്പ് 3 ഹിറ്റ് ചെയ്യുന്ന മുതൽ അവിടെ ഒരു ഫ്ലാറ്റ് സർഫസേ ഇല്ല. ഭയങ്കര ഒരു 70 to 80 ഡിഗ്രി സ്റ്റീപ്പായിട്ടുള്ള സർഫസാണ് അപ് ടു ദ സമ്മിറ്റ്. നമ്മൾ എപ്പോഴും നമ്മളെ കാലിങ്ങനെ ചിരിച്ചു വെച്ചുകൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു അൺബിലീവബിൾ ടാസ്ക്കാണ്. നമ്മളെ ബോഡി എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് തന്നെ അത്ഭുതപ്പെടും ഇത് ചെയ്ത് കഴിയുമ്പം. ഇച്ഛാശക്തിയായിരുന്നു യാത്രയിലുടനീളം കരുത്ത്. തിരിച്ചിറങ്ങുമ്പോൾ സ്നോ ബ്ലൈൻഡ് കാരണം കണ്ണു കാണാൻ കഴിഞ്ഞിരുന്നില്ല. നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലെത്തി ചികിത്സയ്ക്കു ശേഷമാണ് ഖത്തറിലേക്ക് പറന്നത്. പൂർത്തിയാക്കിയ ഹസ്ബൻഡിനെ എനിക്ക് കാണാൻ പറ്റിയില്ല. കണ്ണ് പൂട്ടിയിട്ടാണ് വന്നത്, കെട്ടിപ്പിടിച്ച്. ജീവനോടെ തിരിച്ചെത്തിയതിൽ ശരിക്കും പറഞ്ഞ ദൈവത്തിന് സ്തുതി. അത് തന്നെയാണ് ആദ്യമായിട്ട് ഫീൽ ചെയ്തത്.
കണ്ണൂർ സ്വദേശിയായ സഫ്രീനയും ഭർത്താവ് ഡോക്ടർ ഷമീലും ദീർഘകാലമായി ഖത്തറിൽ പ്രവാസികളാണ്. കോവിഡ് കാലത്ത് ആരോഗ്യ ചിന്തകളാണ് ഇരുവരെയും പർവ്വതാരോഹണത്തിലേക്ക് തിരിച്ചത്. കിളിമഞ്ചാരോ, അർജന്റീനയിലെ അക്കോൺകാഗ്വ, റഷ്യയിലെ മൗണ്ട് എൽബ്രോസ് തുടങ്ങിയ കൊടുമുടികൾ ഇരുവരും കീഴടക്കിയിട്ടുണ്ട്. എന്നാൽ അപ്രതീക്ഷിതമായ പരിക്കുകൾ ഷമീലിനെ പിന്മാറാൻ നിർബന്ധിതനാക്കി. അപ്പോൾ നമ്മൾ തീരുമാനിച്ചായിരുന്നു നമ്മൾ ഒന്നിച്ചിട്ട് തന്നെ എവറസ്റ്റും ചെയ്യണം എന്നുള്ളത്. അവിടെ എത്തുന്ന ഫസ്റ്റ് കപ്പിളായിട്ട് തന്നെ എത്തണം എന്നുള്ള രീതിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം നമ്മൾ പോകാനിരുന്നതായിരുന്നു. ആ സമയത്ത് എനിക്കൊരു ഇഞ്ചുറി ഉണ്ടായി. അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് ഒരു വർഷം മാറ്റിവെച്ചു. പിന്നെ ഈ വർഷം ഞാനും കൂടെ ഒന്നിച്ച് പോകാനിരുന്നതാണ്. പക്ഷേ ജനുവരിയിൽ എനിക്ക് വേറൊരു ഇഞ്ചുറി ഉണ്ടായി. അതും കൂടെ കണ്ടപ്പോൾ സഫ്രീന എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ വരുന്നില്ലേ, വരണ്ട, ഞാനെങ്ങനെയെങ്കിലും ഇപ്രാവശ്യം ഒന്ന് പോയിട്ട് തീർക്കണം എനിക്ക്. ഞാൻ പറഞ്ഞു ആണ്, കാരണം നമ്മളിത് ഓരോ വർഷവും നീട്ടി വെക്കുന്നതോറും നമ്മൾ അത്രയും ട്രെയിനിങ്ങും ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. പർവ്വതാരോഹകർക്ക് അനുകൂലമായ കാലാവസ്ഥയോ ഭൂപ്രകൃതിയോ അല്ല ഖത്തറിൻ്റേത്. അതിനാൽ തന്നെ ജിമ്മിൽ പ്രത്യേക പരിശീലനം നടത്തിയാണ് സഫ്രീന യാത്രക്കൊരുങ്ങിയത്. കിളിമഞ്ചാരോ പോയത് നമ്മൾ സ്വയം ട്രെയിൻ ചെയ്തിട്ടാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് അക്കോൺകാഗ്വയും കൂടെ പോയപ്പം നമുക്ക് മനസ്സിലായി ഇത് നമ്മൾ ഈ ട്രെയിനിങ് പോരാ, നമുക്ക് കുറച്ചും ശരിക്കും ഒന്ന് മെച്ചപ്പെടാനുണ്ട്. സോ വി ഹയർഡ് എ ട്രെയിനർ. അയാൾ അടിപൊളിയാണ്. ബിക്കോസ് അയാൾ ഫുൾ റിസർച്ച് ചെയ്ത് എല്ലാ ദിവസവും കഴിഞ്ഞ 3 years ആയിട്ട് അയാൾ ഞങ്ങളെ എവറസ്റ്റിനായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരികയാണ്. ലൈക്ക് മൗണ്ടനിയറിങ്ങിന് ഏറ്റവും ആവശ്യമുള്ള മസിൽസ് മാത്രം അയാൾ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവന്നു. ഇനി ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ 7 കൊടുമുടികളും കീഴടക്കണം. അതിലേക്കുള്ള യാത്രയിലാണ് സഫ്രീന ലത്തീഫ്. എ ഷോർട്ട് ബ്രേക്ക്.